ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നൊരു ലഞ്ച് ബോക്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പച്ചക്കറിയിൽ ഒരു ചെറിയ ബീട്രൂട്ടും ഒരു പകുതി ചൗചൗവിൻ്റെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പച്ചക്കറി വാങ്ങിച്ച് ഒരു 2-3 ദിവസത്തേക്ക് വെക്കുന്നതുകൊണ്ട് ബാലൻസ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചൗചൗ എടുത്ത് ഒരു ഒഴിച്ചുകൂട്ടാനും വെച്ച്, ബീട്രൂട്ട് എടുത്ത് ഉപ്പേരിയും വെച്ച്, പിന്നെ വാങ്ങിയതിൽ 2 കഷ്ണം മീനുണ്ടായിരുന്നു. മീനെടുത്ത് പൊരിക്കാനും കൂടെ വെച്ചു. ഇരുന്ന ചെറിയ ബീട്രൂട്ടിന് ഒരു സവാളയുടെ പകുതിയും ഒരു പച്ചമുളകും കൂടെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് തോരന് വേണ്ടിയിട്ട് വെച്ചു. ഇതാകുമ്പോൾ ദിവസം ഒരു കായ് നമ്മൾ ചേർക്കണമെന്നല്ലേ പറയണേ. ഇന്നിപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് ആണ് ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചത്. ചട്ടി വെച്ച് എണ്ണ താളിച്ച് കടുക് പൊട്ടിച്ച് ഈ കൊത്തി വെച്ചേക്കുന്ന ബീട്രൂട്ടെല്ലാം കൂടെ അതിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും. എന്നത്തെയും പോലെ ഇന്ന് അരപ്പിന് വേണ്ടിയിട്ട് ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചത്. അതാകുമ്പോൾ കുറച്ച് ഒരു മസാലയുടെ ഒരു മണം കിട്ടും. ഇത് ഞാൻ എപ്പോഴും സാധാരണ ഇങ്ങനെ വയ്ക്കാറില്ല. ഇന്നൊരു ചെറിയ വെറൈറ്റി ആയിട്ട് എൻ്റെ കുഞ്ഞമ്മ, അതായത് അമ്മയുടെ അനിയത്തി, ഇങ്ങനെ വയ്ക്കാറ്. ഗരം മസാല ഇട്ടാണ് വയ്ക്കാറ്. അത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു. ദിവസം ഒരു കായ് ചേർക്കുന്നതുകൊണ്ട് ഇത് എന്താ പറയുക, നല്ലതാണ്. പിന്നെ ചൗചൗവിൻ്റെ പകുതി ആദ്യമേ തന്നെ ഞാൻ വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാൻ വെക്കുന്നത് പോലെ വെക്കാമെന്ന് തന്നെ വിചാരിച്ചു. അതുകൊണ്ട് കഷ്ണങ്ങളാക്കി ആദ്യമേ അത് വേഗം വെച്ചിരുന്നു. അത് വെന്ത് വരുമ്പോഴത്തേനും ഈ തോരൻ്റെ പരിപാടിയും അങ്ങ് കഴിയും. പിന്നെ ചോറും ഒരു സൈഡിലിരുന്ന് റെഡിയാകുന്നുണ്ട്. കുക്കറിൽ വെച്ച് ഞാൻ ചോറുണ്ടാക്കിയിട്ട് കുറേ നാളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5-6 വർഷത്തിന് മേലെ കുക്കറിൽ ചോറുണ്ടാക്കാതെ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും ചോറ് വടിച്ചെടുക്കുന്നത് സാധാരണ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഈ ജയ അരിയോ സിയോ അരിയോ റോസ് അരിയൊക്കെയോ ഇവിടെ അവസരത്തിന് വയ്ക്കാൻ നിന്നാൽ പെട്ടെന്ന് പറ്റില്ല. കുക്കറിലിട്ട് വേവിച്ച് പിന്നെ അതിനെ വെള്ളം ഒഴിച്ച് മറുപടിയും വേവിച്ച് ഒരുപാട് സമയം പോകും. ഞാൻ 11 വർഷമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പെട്ടെന്ന് വേകുന്ന തമിഴ്നാട്ടിലെ അരിയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഈ കറികളൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ചോറ് റെഡിയാക്കി കിട്ടും. കൂടിപ്പോയ ഒരു അരമണിക്കൂർ സമയം കിട്ടുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലെ ചോറ് കഴിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉരുണ്ട് ചോറിരിക്കുന്നതുകൊണ്ട്. പക്ഷേ കഴിക്കും കേട്ടോ. എന്നാലും ഇപ്പോൾ ഇവിടുത്തെ ചെറിയ ചോറ് കഴിച്ചത് ഒരു ശീലമായതുകൊണ്ട് നാട്ടിലെ ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടുക് താളിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ചൗചൗ കറി വയ്ക്കാനായിട്ട് റെഡിയാക്കാൻ തുടങ്ങി. ഒരു 4-5 സ്പൂൺ തേങ്ങയും പിന്നെ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് ജീരകവും ഒരു പല്ല് പൂണ്ടും ഒരു ചെറിയ ഉള്ളിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിയ പച്ചമുളകിൽ എരിവ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് 5 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ അതും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഞാനത് ഈ കറിയിലോട്ട് ഒഴിക്കാൻ വിചാരിച്ചു. ഇത് വെള്ളരിക്ക വെക്കുന്ന പോലത്തെ കറിയായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ചൗചൗവിന് പകരം വെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു കറി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ അത് പോയി കണ്ടോളൂ. ഇതാകുമ്പോൾ ഒഴിക്കാനായിട്ടൊരു കറിയോ, പിന്നെ വീട്ടിൽ 2 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ അളവ് കുറച്ചാണ് സാധനങ്ങൾ ചെയ്യുക. കാരണം രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു 8-8:30 മണിയൊക്കെ ആവും. പിന്നെ ഉച്ചയ്ക്കും ചോറ് കഴിച്ച് വൈകിട്ടും ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടിയതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയമെങ്കിലും ചൂടായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ചോറ് വയ്ക്കുന്നത്. പിന്നെ മീൻ ഇരുന്നത് കൊണ്ട് അതും കൂടെ എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും.